വീഡിയോയിൽ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എങ്ങനെ ഒരു ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഹെഡർ ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഹെഡർ ഫയൽ വേണ്ടത്? നമുക്ക് ഒരു ഹെഡർ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീയൂസ് ചെയ്യാൻ ഇത് ഫംഗ്ഷനെ പോലെ തന്നെ ആ ഹെഡർ ഫയൽസ് ദ പർപ്പസ് ഓഫ് ഹെഡർ ഫയൽ ഈസ് ടു allow code reuse, make the program modular and improve the code organization. ഇപ്പൊ നമുക്ക് ഒരു കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താ കൂട്ടാനും കുറയ്ക്കാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഫയൽ ഉണ്ടാക്കിയിട്ട് അതിൽ ജസ്റ്റ് ആഡ് എന്നിട്ട് 2 നമ്പർ പാസ് ചെയ്യാനായിട്ട് ആഡ് കിട്ടുക. അപ്പൊ അതൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ ആഷ് ഇൻക്ലൂഡ് യൂസ് ചെയ്യണം. പിന്നെ ഹെഡർ ഫയൽ എപ്പോഴും പറഞ്ഞാൽ .h ആയിരിക്കും എൻഡ് ചെയ്യുക, .c അല്ല .h. അപ്പൊ എന്തിനാ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഡ് റീയൂസബിലിറ്റിക്ക്, കോഡ് രണ്ടാമത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മോഡുലാരിറ്റിക്ക്, പിന്നെ പറഞ്ഞ സെപ്പറേഷൻ ഓഫ് ഇന്റർഫേസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈഡ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഹെഡർ ഫയൽസ് യൂസ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, ഇനി ഹെഡർ ഫയൽ എന്തൊക്കെ ഉണ്ടാവുക? .h ഫയൽ ഉണ്ടാവും. ആ .h ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ട് മാക്രോസ് ഉണ്ടാവും, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉണ്ടാവും, സ്ട്രക്ചർ ഡെഫിനേഷൻസ് ഉണ്ടാവും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? നമ്മൾ പറഞ്ഞാൽ യൂസ് ആഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ ഇൻക്ലൂഷൻസ്, അത് ആഷ് ഇഫ് നോട്ട് ഡിഫൈനും ഒക്കെ ഉണ്ടാവും. ഇതെന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡർ ഫയലിന്റെ ഉള്ളിൽ ഒരു വട്ടം മാത്രം ഹെഡർ ഫയൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രോഗ്രാമിൽ നോക്കാം. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെഡർ ഫയലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ പറഞ്ഞ സാധാ main.c ഫയലാണ്. അപ്പോൾ ഇതാണ് എന്റെ ഹെഡർ ഫയൽ. ഹെഡർ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ നമ്മൾ ആഷ് ഇൻക്ലൂഡ് ഡയറക്ടറി യൂസ് ചെയ്തിട്ടുണ്ട്. ഇഫ് നോട്ട് ഡിഫൈൻ ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾ h നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമാണ് ഇത്രയും സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയലിൽ ഇൻക്ലൂഡ് ആവുള്ളൂ. അപ്പോൾ ഈ ലൈൻ ഞാൻ എഴുതാണ്ടിരുന്നു കഴിഞ്ഞാല് ഇപ്പൊ 2 വട്ടം ഞാനിപ്പോ ഇവിടെ എഴുതി വിചാരിക്കുക പ്രിന്റ് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ 2 വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഡിഫൈൻ ചെയ്തു, ഇതെല്ലാം നമ്മുടെ പ്രോഗ്രാമിൽ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഇഫ് നോട്ട് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തത്. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് എങ്ങനെ ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് നോട്ട് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രിങ് കൊടുക്കും. ഈ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഈ ഫയലിന്റെ ഫംഗ്ഷൻ നെയിം തന്നെ ആയിരിക്കും, ഇത് ഫയൽ നെയിം തന്നെ ആയിരിക്കും. എന്നിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോട്ട് ഇങ്ങനെ അണ്ടർസ്കോറിൽ എച്ചിൽ അവസാനിക്കുന്ന രീതിയിലാണ് എഴുതുക. പിന്നെ സ്ലാഷ് ഡിഫൈൻ, പിന്നീട് രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഇത് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഇഫ്. ഇതിന്റെ ഇടയിലായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇതാണ് ഇപ്പൊ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് മാത്രമാണ് നമ്മൾ ഹെഡർ ഫയൽ എഴുതിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ, ഒരു മാക്രോ എഴുതി. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഹെഡർ ഫയൽ ഒന്ന് എഴുതുക. ഇനി ആ ഹെഡർ ഫയലിന്റെ സോഴ്സ് ഫയൽ ഉണ്ടാവും. ആ സോഴ്സ് ഫയലിലാണ് ഇതിൽ എഴുതിയിരിക്കുന്ന ഫംഗ്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക എന്താണ് ചെയ്യണമെന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയണത് പ്രിന്റ് എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താന്നുള്ളത്. അപ്പൊ അതിന്റെ പ്രിന്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അവിടെയാണ്, എന്താണ് പ്രിന്റ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ മെയിൻ ഡോട്ട്, അതായത് ഇതിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ നോർമൽ ഹെഡർ ഫയൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി main.c എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫംഗ്ഷൻ കോൾ ചെയ്യാണ് പ്രിന്റ് എന്നുള്ളത്. പ്രിന്റ് എന്നുള്ള കോൾ ചെയ്ത് എന്തായിരിക്കും വരിക? ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്? പ്രിന്റ് ഹലോ ഹൗ ആർ എന്നാണ്. അപ്പൊ മെയിലിൽ എന്താ വരിക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഹലോ ഹൗ ആർ എന്നുള്ളതാണ് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡർ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. മോഡുലാരിറ്റിക്ക് വേണ്ടിയിട്ടും സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും പിന്നെ പറഞ്ഞാൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞാൽ ഹെഡർ ഫയൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.